ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വളരെ പെട്ടെന്ന് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു സ്വീറ്റ് സ്നാക്കാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നൊരു 10-15 മിനിറ്റുള്ളിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക്, പിന്നെ ഇഫ്താർ ടൈമിന് പറ്റിയൊരു ഹെൽത്തി സ്നാക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പരിചയപ്പെടുത്തുകൊണ്ട് പല ആൾക്കാർക്കും പരിചയമുള്ളൊരു സ്നാക്കാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു സ്നാക്ക്. പക്ഷേ ഇത് പരിചയമില്ലാത്ത ആൾക്കാരും കാണും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നു. ബനാന പോല, ഏത്തക്ക പോല, കേരള സ്റ്റൈൽ ബനാന കേക്ക്, കായ് പോല, നേന്ത്രപ്പഴം പോല എന്നീ പേരുകളിൽ അറിയപ്പെടും. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 4 മുട്ടയാണ് ഇതിനാവശ്യത്തിന് എടുത്തേക്കുന്നത്. ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ 3 മുട്ടയുടെ ആവശ്യമുള്ളൂ. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കിസ്മിസും വേണം, പിന്നെ ബദാമും വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂൺ പാലുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴവും പിന്നെ കിസ്മിസും ബദാമും കൂടി എല്ലാം കൂടി നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് ഈ നട്ട്സും നേന്ത്രപ്പഴം എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. ഇനി നമുക്ക് അതിലേക്ക് ബദാം അങ്ങോട്ട് ഇട്ടെടുക്കാം. ബദാം ഒന്ന് ബ്രൗൺ ആകുമ്പോഴത്തേന് നമുക്ക് നെയ്യിൽ നിന്ന് അത് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് കിസ്മിസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഒന്ന് ബോൾസ് പോലെ ആകുമ്പോഴത്തേന് നമുക്കതും നെയ്യിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ആ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടെ നമ്മൾ നെയ്യിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. നേന്ത്രപ്പഴം ഇളക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിളക്കുക. അല്ലെങ്കിൽ നമ്മൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമുണ്ട്, നമ്മൾ അതിലൊന്ന് ഇളക്കുമ്പം അത് മാഷ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നേന്ത്രപ്പഴം എന്താ പറയുക, ഏത്തക്ക പോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗി നമുക്ക് തോന്നും. അകമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പീസായിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ 4 മുട്ട നമുക്ക് ഓരോന്നായിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ബൗളിലാണ് കാണിച്ചിരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മുട്ടയും എന്താ പറയുക പഞ്ചസാരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫുഡ് പ്രോസസ്സറിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബൗളിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം ഇനിയും കൂടുതൽ വേണമെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നേന്ത്രപ്പഴം നല്ല പഴുത്തത് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രം ആഡ്, അല്ലെങ്കിൽ ഒരുപാട് മധുരം തോന്നിക്കും നമ്മുടെ കേക്കിന്. ഇനി 1 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പാൽപ്പൊടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനിവിടെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച് നേന്ത്രപ്പഴവും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിക്സ് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പീസായിട്ട് വേണ്ടെങ്കിൽ നേന്ത്രപ്പഴം ഫുഡ് പ്രോസസ്സറിലൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലായാലും മിക്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബദാം പകുതിയും കിസ്മിസിൻ്റെ പകുതിയും കൂടെ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പകുതി നമുക്ക് ഗാർണിഷിന് വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ ഒരല്പം ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വലിയ ഇഷ്ടമല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു കേരള സ്റ്റൈൽ പോലെ ആയതുകൊണ്ടാണ് ഞാൻ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ ബേക്ക് ചെയ്ത് കൊടുക്കുന്ന പാൻ വെച്ച് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ നേന്ത്രപ്പഴം ഫ്രൈ ചെയ്തെടുത്ത പാനാണ്, അതുകൊണ്ട് ഞാൻ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല.
അല്ലെങ്കിൽ നിങ്ങളൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് നെയ്യ് പുരട്ടിയിട്ട് വേണം നമ്മളത് ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി. ഇനി അതിലേക്ക് പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഈ മുട്ടയുടെ കൂട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റൊക്കെ മതി ഇത് വെന്ത് കിട്ടാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം മുട്ടയില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കാം. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ ബാക്കി വന്ന നട്ട്സ് ഞാനൊന്ന് ഗാർണിഷിന് വേണ്ടി യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ബദാമിന് വേണ്ടി കാഷ്നട്ട് ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ ബദാമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊരു കുറച്ച് 2 മിനിറ്റും കൂടെ അടച്ചു വെക്കുമ്പോൾ ഇതിനത് കറക്റ്റിന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊരു 2 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. ഏകദേശം 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, മേൽവശമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് ബ്രൗൺ ആക്കി എടുക്കാം, മേളത്തെ പാർട്ട്. ഞാനൊരു ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കി. ഓക്കെ, അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ എന്ത് എളുപ്പമാണ് ബനാന പോലെ ഉണ്ടാക്കാൻ. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇഫ്താർ ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഈ ബനാന പോലെ. മധുരവും അത് ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. കാരണം നമ്മൾ നേന്ത്രപ്പഴവും നട്ട്സും നെയ്യും മുട്ടയൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് സ്നാക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കണം ഈ റമദാനിന്. ഉണ്ടാക്കാത്തവർ, ഞാനിത് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡിഷാണ്. എൻ്റെ കുട്ടികൾക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമായ ഒരു ഡിഷാണിത്. അപ്പം എന്തെളുപ്പം ഇതുണ്ടാക്കുക അല്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല രുചിയുള്ളൊരു സ്വീറ്റ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പം പിന്നെ എൻ്റെ റെസിപ്പി വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമെങ്കിൽ GMK റെസിപ്പീസ്ന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എൻ്റെ റെസിപ്പി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വീണ്ടും വേറെ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നിടം വരെ താങ്ക് യു.